നമസ്കാരം. കഴിഞ്ഞ 3 വർഷമായി ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇപ്പോൾ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമായ മാറ്റങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടാകാതിരുന്നതോടെയാണ് ട്രംപ് നേരിട്ട് ഇടപെട്ടത്. ഇപ്പോഴിതാ വെടിനിർത്തൽ സംബന്ധിച്ച് റഷ്യയും യുക്രൈനും തമ്മിൽ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന നിർണായക പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഫോണിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി 2 മണിക്കൂറോളം ട്രംപ് സംസാരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ സംബന്ധിച്ച് പുടിനുമായി ഈ വർഷം ട്രംപ് നടത്തുന്ന 3ാമത്തെ ഫോൺ സംഭാഷണമാണിത്. യുക്രൈൻ പ്രസിഡന്റ് സെലസ്കിയുമായി വൈറ്റ് ഹൗസിൽ ഉൾപ്പെടെ ട്രംപ് ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചകളോട് അനുകൂലമായ മനോഭാവമാണ് പുടിൻ പ്രകടിപ്പിച്ചതെന്ന് ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ചർച്ചയെന്നും ചർച്ചയുടെ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചയ്ക്ക് മുൻകൈയെടുത്തതിന് ട്രംപ് പുടിൻ നന്ദി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ശരിയായ പാതയിലാണെന്നും സമാധാന കരാറിനായി യുക്രൈനുമായി ചേർന്ന് കരട് രേഖയുണ്ടാക്കാൻ തയ്യാറാണെന്നും പുടിൻ വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് സെലസ്കി, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മോർട്സ്, ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെബ് എന്നിവരുമായും ട്രംപ് ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഉടൻ ആരംഭിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. സമാധാന ചർച്ചകൾക്ക് വത്തിക്കാൻ ആതിഥേയത്വം വഹിക്കാനുള്ള ലിയോ 16 മാർപ്പാപ്പയുടെ വാഗ്ദാനം അമേരിക്കയും യൂറോപ്യൻ നേതാക്കളും സ്വാഗതം ചെയ്തതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഈ മാസം ആദ്യം തുർക്കിയിൽ വെച്ച് സമാധാന ചർച്ചകൾ നടത്താമെന്ന സെലസ്കിയുടെ നിർദ്ദേശം പുടിൻ തള്ളിക്കളഞ്ഞിരുന്നു. അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ തയ്യാറാണെന്ന പുടിന്റെ പ്രസ്താവനകളെ യുക്രൈൻ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന പുടിന്റെ പ്രസ്താവനകൾ പൊള്ളയാണെന്ന് സെലസ്കി മുൻപ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. യുക്രൈനിൽ ഒരു മിനി ബസിനു നേരെയുണ്ടായ ആക്രമണത്തിൽ 9 പേർ ഉൾപ്പെടെ സമീപ ദിവസങ്ങളിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് റഷ്യ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്നതിന്റെ തെളിവാണെന്ന് യുക്രൈൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ TV.